ലൈംഗിക അതിക്രമ കേസിൽ ജാമ്യ വ്യവസ്ഥയിൽ നടൻ സിദ്ദിഖിന് ഇളവ്. UAE സന്ദർശിക്കാൻ കോടതി അനുമതി നൽകി. ഇതിനായി പാസ്പോർട്ടും തിരികെ നൽകി. ഷാർജയിലെ രാജകീയം സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നു. ഹരിമോഹൻ, എത്ര ദിവസത്തേക്കാണ് ഈ ഇളവുള്ളത് ജാമ്യ വ്യവസ്ഥയിൽ? ശ്രുതി, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ സിദ്ദിഖ് കോടതിയിൽ അപേക്ഷ നൽകിയതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അക്കാര്യത്തിൽ തീരുമാനമായത്. അതായത് മാർച്ച് 31 വരെയാണ് ഈ പാസ്പോർട്ട് വിട്ടു നൽകിയിരിക്കുന്നത്. അതായത് സിദ്ദിഖിന്റെ അപേക്ഷ പ്രകാരം ഇങ്ങനെയാണ്: ഷാർജയിൽ രാജകീയം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് താൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതിൽ പങ്കെടുക്കണമെങ്കിൽ പാസ്പോർട്ട് തിരികെ ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജാമ്യ വ്യവസ്ഥകളിൽ പറയുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് പാസ്പോർട്ട് ഈ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ സിദ്ദിഖ് സമർപ്പിച്ചിരുന്നു. ഈ പാസ്പോർട്ട് തിരികെ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ കോടതി അക്കാര്യം പരിഗണിച്ചുകൊണ്ട് അത് തിരികെ നൽകിയിരിക്കുന്നു. പക്ഷേ മാർച്ച് 31 വരെ മാത്രമാണ്. 31-ന് പാസ്പോർട്ട് തിരികെ കോടതിയിൽ നൽകണം. അതുവരെ മറ്റു പരിപാടികൾ, പ്രത്യേകിച്ച് ഈ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഷാർജയിൽ നടത്തുന്ന രാജകീയം എന്ന സ്റ്റേജ് ഷോ, ആ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടിയായിരുന്നു നേരത്തെ സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. അതിലിപ്പോൾ ഈ ലൈംഗികാതിക്രമ കേസിൽ സിദ്ദിഖിനെതിരെ കുറ്റപത്രവും പോലീസ് സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിൽ സിദ്ദിഖിനെതിരെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ അടക്കം ഉണ്ടായിരുന്നു. അതായത് സാക്ഷിമൊഴികൾ അടക്കം, ഡിജിറ്റൽ തെളിവുകളടക്കം സിദ്ദിഖിനെതിരാണ് എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന വിവരം. 2016 ജനുവരി 28-ന് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി യുവനടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതി. ആ പരാതിയിൽ പിന്നീട് കേസെടുക്കുകയും സിദ്ദിഖിനെ വിശദമായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യത്തിൽ വിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അതിവേഗത്തിൽ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ലൈംഗികാതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട്, ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ആ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. എന്തായാലും ഈ കേസിൽ വിചാരണ അടക്കമുള്ള നടപടികൾ തുടങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ സിദ്ദിഖ് ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിക്കൊണ്ട് ചെന്നത്. എങ്കിലും ജാമ്യ വ്യവസ്ഥയിൽ സ്ഥിരമായ ഒരു ഇളവല്ല, താൽക്കാലികമായി സിദ്ദിഖിന്റെ ആവശ്യം കഴിയുന്നതുവരെ മാത്രമുള്ള ഒരു ഇളവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും മാർച്ച് 31-ന് ഈ പാസ്പോർട്ട് തിരികെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള വ്യവസ്ഥയോട് കൂടി തന്നെയാണ് ആ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ശ്രുതി, ലൈംഗികാതിക്രമ കേസിലാണ് നടൻ സിദ്ദിഖിന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.